നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. എറിയാട് തൊഴിലുറപ്പ് തൊഴിലാളി പനി ബാധിച്ചു മരിച്ചു. തൃപ്പയാർ സന്തോഷ് ഭാര്യ ബിന്ദുവാണ് മരിച്ചത്. +1 അപേക്ഷകൾ മെയ് 14 മുതൽ ഓൺലൈനായി സ്വീകരിച്ചു തുടങ്ങും. മെയ് 20 അവസാന തീയതി. തൃശ്ശൂരിലെ കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപം സന്ദർശിച്ച് നിയുക്ത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നാളെ കെ സുധാകരൻ MP സണ്ണി ജോസഫ് MLAക്ക് ചുമതല കൈമാറും. വാർത്തകൾ വിശദമായി. എറിയാട് തൊഴിലുറപ്പ് തൊഴിലാളി പനി ബാധിച്ചു മരിച്ചു. തൃപ്രയാർ സന്തോഷിൻ്റെ ഭാര്യ ബിന്ദുവാണ് മരിച്ചത്. പനി ബാധിച്ചതിനെ തുടർന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. 53 വയസ്സായിരുന്നു. +1 അപേക്ഷകൾ മെയ് 14 മുതൽ ഓൺലൈനായി സ്വീകരിച്ചു തുടങ്ങും. മെയ് 20 അവസാന തീയതി. ട്രയൽ അലോട്ട്മെൻറ്റ് മെയ് 14 ആദ്യ അലോട്ട്മെൻറ്റ് ജൂൺ 2 രണ്ടാം അലോട്ട്മെൻറ്റ് ജൂൺ 10 നടക്കും. ജൂൺ 18 സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ആരംഭിക്കുക. തൃശ്ശൂരിലെ കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപം സന്ദർശിച്ച് നിയുക്ത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നാളെ KPCC അധ്യക്ഷനായി ചുമതലയേൽക്കുന്നതിന് മുന്നോടിയാണ് ഇന്ന് രാവിലെ കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തുകയായിരുന്നു. സഹഭാരവാഹികളായ AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ് എന്നിവർക്കൊപ്പമാണ് എത്തിയത്. ഇവിടെ നിന്നും പ്രവർത്തനം ആരംഭിക്കുകയാണെന്നും കരുണാകരൻ്റെ ഓർമ്മകൾ ഊർജം പകരുമെന്നും സണ്ണി ജോസഫ് MLA പറഞ്ഞു. ഇനി നേരെ പുതുപ്പള്ളിയിലേക്ക് പോവുകയാണെന്നും അവിടെ എത്തി ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ചുമതലയേൽക്കും മുമ്പ് കോൺഗ്രസിൻ്റെ പഴയ നേതാക്കളെ അനുസ്മരിക്കുകയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. നാളെ KPCC ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ കെ സുധാകരൻ MP സണ്ണി ജോസഫ് MLAക്ക് ചുമതല കൈമാറും. വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ എന്നിവരും UDF കൺവീനറായി അടൂർ പ്രകാശ് MPയും ചടങ്ങിൽ ഔദ്യോഗികമായി സ്ഥാനമേറ്റെടുക്കും. പൂപ്പത്തി ശ്രീ മടത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തി നിർഭരമായി രാവിലെ പൂപ്പത്തി ഭജന സംഘം നേതൃത്വം നൽകിയ ഭജനയ്ക്ക് ശേഷം പണ്ടാര അടുപ്പിൽ ദീപം തെളിയിച്ചു. നിരവധി ഭക്തജനങ്ങൾ പൊങ്കാലയിടാനെത്തി. നനയ്ക്കണം. പുത്തഞ്ചിറ പടിഞ്ഞാറ് മുസ്ലിം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരിക്കെതിരെയുള്ള 1 വർഷത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ബീച്ച് ക്യാമ്പ് കൊടുങ്ങല്ലൂർ കോസ്റ്റൽ SI ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് TS ഷാജു അധ്യക്ഷത വഹിച്ചു. സമദ് അറയ്ക്കൽ, മുജീബ് വട്ടപ്പറമ്പിൽ, നിയാസ് കരീം, നവാസ് താനത്ത് പറമ്പിൽ, മിഷാൽ ഉസ്മാൻ, തൻസിൽ ഇയാച്ചു എന്നിവർ പങ്കെടുത്തു. മദ്യം കഴിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ ഇല്ലേ? പുകവലിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ കുറേ ചേഷ്ടകൾ കണ്ടിട്ടുണ്ടോ ഇല്ലേ? ആ ചേഷ്ടകളൊക്കെ അയ്യപ്പൻ ബൈജു അല്ലേ? ഈ അയ്യപ്പൻ ബൈജു കാണിക്കുമ്പോൾ നമ്മൾ കാണാതെ സന്തോഷിക്കില്ല. പക്ഷെ സ്വയം നമ്മുടെ ചേട്ടനോ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ പുത്തഞ്ചിറ പടിഞ്ഞാറ് മുസ്ലിം മഹല്ല് ജമാഅത്ത് കമ്മിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മാള ഗുരുധർമ്മ ഹോസ്പിറ്റലുമായി സഹകരിച്ച് നടത്തിയ ക്യാമ്പ് ഡോക്ടർ താഹ ഉദ്ഘാടനം ചെയ്തു. വയസ്സൊരു 40 അടുക്കുന്നതോടെ ജീവിതശൈലി രോഗങ്ങളായ ഷുഗറും പ്രഷറും ഒക്കെ നമ്മളെ പലരെയും അലട്ടുന്നതാണ്. ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെ നേരത്തെ കണ്ടെത്തുന്നത് മൂലം നമുക്ക് അവയെ പ്രതിരോധിക്കാനും ഭാവിയിൽ അവ നമുക്കുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാനും ഫലവത്തായി സാധിക്കുന്നതാണ്. അപ്പോഴാണ് നമ്മുടെ ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ പ്രസക്തി വരുന്നത്.
ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ ഇനിയും സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ എന്നും ഈ മെഡിക്കൽ ക്യാമ്പ് ഒരു വൻ വിജയമാവട്ടെ, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മെഡിക്കൽ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എം ബി സെയ്തു അധ്യക്ഷത വഹിച്ച ക്യാമ്പ് ഉദ്ഘാടന സമ്മേളനത്തിൽ ലിയാഖത്ത് അലി റസാഖ്, ടി കെ സലീം, അബ്ദു പാറക്കുളം, ജബ്ബാർ മുടവൻകാട്ടിൽ, എം എസ് ബാവുട്ടി മുഹമ്മദ്, ടി എസ് ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. എറിയാട് തൊഴിലുറപ്പ് തൊഴിലാളി പനി ബാധിച്ചു മരിച്ചു. തൃപ്പയാർ സന്തോഷ് ഭാര്യ ബിന്ദുവാണ് മരിച്ചത്. +1 അപേക്ഷകൾ മെയ് 14 മുതൽ ഓൺലൈനായി സ്വീകരിച്ചു തുടങ്ങും. മെയ് 20 അവസാന തീയതി. തൃശ്ശൂരിലെ കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപം സന്ദർശിച്ച് നിയുക്ത KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നാളെ കെ സുധാകരൻ MP സണ്ണി ജോസഫ് MLAക്ക് ചുമതല കൈമാറും. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.